എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തിരുവല്ല പുഷ്പമേളയുടെ മെയിൻ എൻട്രൻസിലാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ തക്കവണ്ണമുള്ള കാഴ്ചകളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. 18 മുതൽ 28 വരെയാണ് പുഷ്പമേള നടക്കുന്നത്. ചെറിയ തുക മുടക്കിയാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. എൻട്രൻസിൻ്റെ വലത്ത് ഭാഗത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. 5 വയസ്സ് മുതലുള്ളവർക്കെല്ലാം തന്നെ ടിക്കറ്റ് എടുക്കണം. നമുക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ മെയിൻ എൻട്രൻസിലോട്ട് കടക്കുകയാണ്. ആദ്യം തന്നെ നമുക്കൊരു അരിക്കൊമ്പനെ കാണാം. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ സെൽഫിയും ഒക്കെ എടുത്ത് നമുക്ക് അകത്തേക്ക് കയറാവുന്നതാണ്. 1 ലക്ഷത്തിൽ പരം ചെടികളാണ് നമുക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെടും. വളരെ മനോഹരമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കുമളിയിലുള്ളൊരു ഡിസൈനിങ് സെൻ്ററാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ടും മണ്ണത്തി ജനതാ ഗാർഡൻസ് എന്ന് പറയുന്ന നഴ്സറിയിൽ നിന്നാണ് ഇവിടുത്തെ ചെടികളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഇവിടെ കാണാം. നമുക്ക് വീട്ടിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ടാൽ നമുക്ക് കുറച്ച് ഐഡിയാസൊക്കെ കിട്ടും. വലിയ സെറാമിക് പോട്ടിൽ ഒക്കെ നല്ലതായിട്ട് ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. പറ്റുമെങ്കിൽ വന്ന് കാണണം. അതിമനോഹരമായിട്ടുണ്ട്. ഒരുപാട് ചെടികൾ, പുതിയ ഒരുപാട് ചെടികൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പല ഷേപ്പിൽ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സലേഷ്യ പ്ലാന്റ്, കൊങ്ങിണി, അതുപോലെ ആന്തോറിയം, പല വെറൈറ്റി മിനിയേച്ചർ വെറൈറ്റിയിലുള്ളതെല്ലാം വലിയ സെറാമിക് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആന്തോറിയത്തിൻ്റെ തന്നെ പല വെറൈറ്റീസ്, 15ഓളം വെറൈറ്റീസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് ചൈനീസ് ബോൾസും പ്ലാന്റ്സ് ഇതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൗണ്ടർ നമുക്ക് പുറത്ത് കാണാവുന്നതാണ്. അവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ചെടികളെല്ലാം വാങ്ങിക്കാനുള്ള അവസരമുണ്ട്. മനസ്സിന് വല്ലാത്ത കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പല ഡിസൈനുകളിലായിട്ട് ചെടികൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ചൈനീസ് ബോൾസും ഒക്കെ ഒരുപാട് വെറൈറ്റി, 15ഓളം വെറൈറ്റി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെല്ലാം പല ഷേപ്പുകളിലായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം പോട്ടുകളിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഡിസൈൻ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത് പോട്ടുകളിലാണ്. കോളിഫ്ലവർ, കെയിൽ, അതുപോലെ കോളിഫ്ലവർ എല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കോളിഫ്ലവറൊക്കെ കുറച്ചായിട്ട് ആയി വരുന്നതേ ഉള്ളൂ. ഇത്ര മനോഹരമായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ജമന്തിയുടെ തന്നെ ഒരുപാട് വെറൈറ്റി കളറുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പ്ലാന്റ്സ്, ഡാലിയയുടെ വലിയൊരു കളക്ഷൻ ഉണ്ട്. ഒരുപാട് വെറൈറ്റി, ഒരു പൂവിൽ തന്നെ പല ഷെയ്ഡുകളുള്ള ഡാലിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ മനോഹരമായ ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മീനുകളൊക്കെ, കുറച്ച് മീനുകളുണ്ട്. അതുപോലെ ഒരു വള്ളത്തിനകത്ത് ഡാലിയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നു. വെള്ളമെല്ലാം നിറച്ച് ഡാലിയൊക്കെ സെറ്റ് ചെയ്ത് കാണുന്നത്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ ഒരുപാട് സ്പോട്ടുകൾ ഇതിനകത്തുണ്ട്. ഒരു ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് പോലെ നമ്മുടെ ജമന്തി പൂക്കളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പല ഡിസൈനുകളിലായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കട്ടെ. ചൈനീസ് ബോൾസം പ്ലാന്റ്, ഒരുപാട് കളറുകൾ, അത്തപ്പൂക്കളമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് പോലെ അത്ര മനോഹരമായിട്ട് ഇത് ഡിസൈൻ ചെയ്ത്, ചെടികളെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണണം. ഒരു ഓട്ടോയുടെ ഇത് സെറ്റ് ചെയ്ത്, ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കൃഷിക്കാരുടെ
കുറേ സാധനങ്ങൾ നമുക്കിവിടെ കാണാം. ചേന, കാച്ചിൽ, മഞ്ഞൾ, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ സ്റ്റോളുകളാണ്. ആദ്യം തന്നെ പച്ചക്കറിയുടെ വളരെ മനോഹരമായിട്ട് അവർ ഒരുക്കിയിരിക്കുന്നു. ഒരുപാട് പച്ചക്കറി വിത്തുകൾ, ഇതുപോലെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള കുറേ പോയിന്റുകൾ ഒക്കെ ഒരുക്കിയിരിക്കുന്നു. പൂക്കളെല്ലാം വലിയ പോട്ടുകളിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. മുളക് കൊണ്ട് ഡൈനോസറിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ പല പല ഷേപ്പുകളിലായിട്ട് വെജിറ്റബിൾസ് വെച്ച് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും എല്ലാം ചെറിയ തണ്ണിമത്തനകത്ത് വരച്ച് വെച്ചിട്ടുണ്ട്. പൂക്കളുടെ സെക്ഷൻ ഇവിടെ കഴിയുകയാണ്. ഇനിയും ഉള്ളത് സ്റ്റോളുകളാണ്, പലതരം സ്റ്റോളുകൾ. ഫർണിച്ചറൊക്കെ കുറേ ഇവിടെയുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ഉള്ള കടകൾ, പിന്നെ ഭരണി, കപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചീനിച്ചട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. 2 കപ്പിന് 50 രൂപ വെച്ചാണ്. അതുപോലെ ഒരുപാട് ബുക്കുകൾ, നമുക്കിഷ്ടമുള്ള ബുക്കുകൾ വേണമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വാങ്ങിക്കാൻ നല്ല സ്റ്റോറി ബുക്സൊക്കെ ഒരുപാട് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് പലതരം അച്ചാറുകൾ, വെളുത്തുള്ളി അച്ചാർ, മാങ്ങ, ഇങ്ങനെ ഒരുപാട് അച്ചാറുകളുടെ ഒരു സ്റ്റോളാണ്. അതുപോലെ തേൻ നെല്ലിക്ക. പിന്നെ അടുത്ത് വന്നിട്ട് വാച്ച്, ഫാൻസി വാച്ച് ഇഷ്ടമാണെങ്കിൽ അതിനുള്ള ഒരുപാട് പഴയകാല മിഠായികളൊക്കെ ഒരുപാട് ഉണ്ട്. ഒരുപാട് കളറുള്ള മിഠായികൾ ഇഷ്ടം പോലെ ഒരുക്കിയിട്ടുണ്ട്. അത്തർ, ഐസ്ക്രീം, പല ഫ്ലേവറിലുള്ള ഐസ്ക്രീം, ബ്ലൂബെറിയുടെ ഐസ്ക്രീം നല്ല ടേസ്റ്റാണ്. ബിരിയാണിയുടെ കട, അതുപോലെ ലൈവായിട്ട് നമുക്ക് ഫോട്ടോ ഫ്രെയിം. ഇതിനകത്ത് ഏറ്റവും രസമായിട്ട് തോന്നുന്നതാണ്, നമുക്ക് ഫോണിലുള്ള ഏത് ഫോട്ടോയും നമുക്ക് പ്രിൻ്റ് എടുത്ത് നമുക്ക് അന്നേരം തന്നെ നമുക്കിത് കിട്ടും. അതുപോലെ ഈർക്കിലി വെച്ച് കുറേ രൂപങ്ങളുണ്ടാക്കി. അപ്പോൾ ഇതിനകത്ത് കയറണമെങ്കിൽ 20 റുപ്പീസാണ്. ഈർക്കിലിയുടെ കുറേ രൂപങ്ങൾ, ഈർക്കിലി മാത്രം വെച്ചുണ്ടാക്കിയ കുറേ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ട് തോന്നി. അത് നമുക്ക് അധികം അങ്ങനെ കാണാത്തൊരു കാഴ്ചയാണ്. ഒത്തിരി രൂപങ്ങൾ ഈ ഈർക്കിലി വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇനിയും വരില്ലേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് വേറിട്ട കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഒരിക്കലും നമ്മളിത് മിസ് ചെയ്യരുത്. അതുപോലെ പെറ്റ്സിൻ്റെയൊക്കെ കൂടെ ഫോട്ടോ എടുക്കാനും അങ്ങനെയുള്ളൊരു സെക്ഷന്. അതുപോലെ നമ്മുടെ കറുവപ്പട്ട, അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അത്തറൊക്കെ ഇഷ്ടമാണെങ്കിൽ വെറൈറ്റി അത്തറൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ വന്നിട്ട് ഫുഡിൻ്റെ ഇതാണ്. ഗോബി മഞ്ചൂരിയനൊക്കെ ഉണ്ട്. അതുപോലെ പൊട്ടറ്റോ ട്വിസ്റ്ററുണ്ട്. നല്ല ടേസ്റ്റാണ്. അന്നേരം തന്നെ നമുക്കത് ചെയ്തു തരുന്നതാണ്. വളരെ ഫ്രഷായിട്ട് നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. പിന്നെ കാറുകളുടെ കുറച്ച് സെക്ഷൻ കാറുകൾ വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഫുഡ് കോർട്ടാണ്. ഇഷ്ടമുള്ള ഫുഡൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് കുഞ്ഞുങ്ങൾക്കുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഇവിടെ ചാട്ട് മസാല വാങ്ങിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്.
നമ്മുടെ വെള്ളക്കടലയും കുക്കുംബറും അതെല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഒരുപാട് റൈഡുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് നമുക്ക് ചെടി വാങ്ങിക്കാനുള്ള ഇതാണ്. എല്ലാ തരം കലാത്തിയുടെ പല വെറൈറ്റി ചെടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ക്രിസ്മസ് പ്ലാന്റിൻ്റെ പല കളർ പിങ്ക് നല്ല ഭംഗിയുണ്ട്. പിങ്ക് കളറൊക്കെ കാണാം. പിങ്ക് റെഡ് ഒക്കെ ഉണ്ട്. ഹൈഡ്രേഞ്ചിയ അങ്ങനെ ഒരുപാട് നല്ല പ്ലാന്റ്സ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഡാലിയൊക്കെ ഒരുപാട് വെറൈറ്റി കളറുകൾ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ പെറ്റൂണിയയുടെ ഒരുപാട് കളറുകൾ. പെറ്റൂണിയൊക്കെ നമുക്ക് മണലിലൊക്കെ നട്ടാൽ നല്ല രീതിയിൽ അത് പിടിച്ച് കിട്ടും. അതുപോലെ വിംഗ പ്ലാന്റിൻ്റെ ഒത്തിരി കളറുകൾ. 60 രൂപയൊക്കെയാണ് പ്ലാന്റ്സ്. 60 രൂപയുണ്ട്, 150 രൂപയുണ്ട്. പല വിലയുടെ പ്ലാന്റ്സ് ഉണ്ട്. എല്ലാം നല്ല മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ചെടികളുടെ ഒരുപാട് ഒത്തിരി വെറൈറ്റി ചെടികൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ആന്തൂരത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റി ഒരുപാട് കളറുകൾ. അതുപോലെ ബൊഗെയിൻവില്ല ഒരുപാട് കളറുകൾ ഉണ്ട്. ഒരു പ്ലാന്റിൽ തന്നെ പല കളറുകളുള്ള ബൊഗെയിൻവില്ലകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ജമന്തി തന്നെ പല കളറ്, നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ. ഒത്തിരി നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. ക്രിസ്മസ് പ്ലാന്റിൻ്റെ റെഡ് വെറൈറ്റിയാണ്. വിവിധ തരം പ്ലാന്റ്സുകൾ. പ്രാവശ്യം ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജമന്തിയുടെ ഒത്തിരി വെറൈറ്റീസ് പല സെക്ഷനിലായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് മെലസ്റ്റോമ, ഒത്തിരി പ്ലാന്റ്സ്. റോസിൻ്റെ തന്നെ പല വെറൈറ്റി, വലിയ പോട്ടിനകത്തുള്ള റോസുകൾ, ഒത്തിരി പൂക്കളുള്ള റോസുകളൊക്കെ ഉണ്ട്. ഒക്കെ നമുക്ക് നോക്കി വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ ആദ്യം തന്നെ ആയതുകൊണ്ട് തുടങ്ങിയിട്ട് 2-3 ദിവസമായുള്ളൂ. അതുകൊണ്ട് വലിയ റഷൊന്നും ആയിട്ടില്ല. വരുന്നെങ്കിൽ നമുക്ക് ഈ ടൈമിൽ തന്നെ വരുവാണെങ്കിൽ വലിയ റഷൊന്നും ഇല്ലാതെ നമുക്ക് കണ്ട് എല്ലാം വാങ്ങി ഒക്കെ നമുക്ക് സന്തോഷമായിട്ട് പോരാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.